ഈ MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഇടതു പ്രതിനിധികളൊക്കെയും പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്നും മുൻപ് UDF-ൽ നിന്നും ഒരു MLA ഉണ്ടായിരുന്നപ്പോൾ ആരോപണം നേരിട്ട സമയത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് താരതമ്യപ്പെടുത്തിയാണ് ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. രണ്ട് സംഭവങ്ങളെയും നമുക്ക് ഒരുപോലെ കാണാമോ? CPI-യുടെ സമുന്നത നേതാവായ ശ്രീമതി ആനി രാജ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ പല പ്രമുഖരും പറഞ്ഞു കഴിഞ്ഞു മുകേഷിനെ സംബന്ധിച്ച് അദ്ദേഹം രാജിവെച്ചൊഴിയണമെന്ന്. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ UDF-ന്റെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ UDF-ന്റെ MLA-മാരെ സംബന്ധിച്ചും ഇതുമായി ഒരിക്കലും ഒരു താരതമ്യം പോലും സാധ്യമല്ല. ഇവിടെ PK ശശിയുടെക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പാർട്ടിയുടെ ഘടകത്തിൽ തന്നെ അന്വേഷിച്ച് കോടതിയിലോ പോലീസിലേക്കോ സമീപിക്കാതെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിലേക്ക് പോകാതെ തന്നെ പാർട്ടിയിൽ ഒത്തുതീർപ്പാകുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ മുമ്പിലുള്ള വിഷയം ഇവിടെ കോൺഗ്രസ് MLA-മാരെ സംബന്ധിച്ച് അതിൽ പ്രത്യേകിച്ച് എൽദോസ് കമ്പിളിയൊക്കെ സംബന്ധിച്ച് അവർക്ക് സൗഹൃദത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെ പിന്നീട് തുടങ്ങിയതിന്റെ പേരിൽ കൊടുത്ത പരാതിയിൽ തുടർന്നുണ്ടായ നടപടികളുമാണ്. മുകേഷിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് തുടക്കം മുതൽ ഇത്തരത്തിൽ സ്വഭാവ വൈകൃതമുള്ള ആളാണെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യമാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി ഒന്നിലധികം ആളുകളുടെ ഭാഗത്തുനിന്ന് പരാതി വന്നിട്ടുണ്ട്. ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിൽ തന്നെ പരിഗണിക്കാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അദ്ദേഹം തുടർച്ചയായി ഇത്തരം സ്ത്രീ വിഷയങ്ങളിൽ ഇടപെട്ട് വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇദ്ദേഹത്തെയും മറ്റുള്ളവരെയും കമ്പയർ ചെയ്യുക അസാധ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകനായിരിക്കാൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിരിക്കാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അവകാശവുമില്ല എന്ന കാര്യം നമുക്ക് വളരെ പകൽ പോലെ വ്യക്തമാണ്. ശരി, വളരെ നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല.